ഇത് നമ്മൾ തക്കാളി കൊണ്ടുള്ളൊരു ഫേസ് പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ഞാൻ ആദ്യം തന്നെ 3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം തക്കാളി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു തക്കാളിയിൽ തന്നെ നമുക്ക് തന്നെ 3ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനകത്തേക്ക് ഞാൻ ആദ്യത്തെ ഭാഗത്തിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്ത് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിൻ സെൽസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ദേ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്. മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ ദേ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും തക്കാളിയും വെച്ചിട്ട് ഞാനിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഡെഡായിട്ടുള്ള സ്കിൻ സെൽസ് പോകും. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് മറ്റേ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ പോകാനായിട്ട് പഞ്ചസാര കൊണ്ടുള്ള ഇങ്ങനെ ചെയ്യുന്നൊരു ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. പാക്കെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാനിങ്ങനെ പഞ്ചസാരയും തക്കാളിയും വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു 10 മിനിറ്റോളം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് തക്കാളിയിലേക്ക് ആഡ് ചെയ്യുന്നത് തേനാണ്. തേൻ ഒരു ചെറിയ സ്പൂൺ തേനാണ് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. കണ്ടോ, രണ്ടാമത്തെ ഭാഗത്തിലേക്ക്. അങ്ങനെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ അപ്പോൾ അതിനിടയ്ക്ക് ഇത്തിരി തേനെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടോ. ഞാനത് തേനും തക്കാളിയും ചേർത്ത് രണ്ടാമത് ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. തേനും തക്കാളിയും ചേർത്ത് മസാജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫേസിന് കുറച്ചുകൂടി ഗ്ലോ വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. തേൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തേൻ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുണ്ടിൽ പഞ്ചസാരയും ചേർത്ത് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ചുണ്ടിൽ വെറുതെ തേൻ യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു എന്താ പറയുക പിഗ്മെൻറ്റേഷനൊക്കെ മാറി കുറച്ചുകൂടി ഒരു ചെറിയ കളർ വരാനൊക്കെ നമുക്ക് തേൻ നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ഇതായിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതും ഞാനൊരു 10 മിനിറ്റ് ആണ് ഞാനിതും എൻ്റെ ഫേസിൽ വെച്ചത് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മുൾട്ടാണി മിട്ടിയാണ് എടുത്തേക്കുന്നത്. അടുത്ത നമ്മുടെ തക്കാളിയുടെ ആ ഒരു പാർട്ടിലേക്ക് ഞാൻ മുൾട്ടാണി മിട്ടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പൊടി ഇത്തിരി ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ കുഴികൾ പോലെ തക്കാളിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം പൊടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തത് എൻ്റെ മുഖത്തേക്ക് തേക്കുകയാണ്. മുഖത്ത് കഴുകി ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ മുൾട്ടാണി മെട്ടിപ്പൊടി ചേർത്ത് പണ്ട് മുതലേ തക്കാളി ഉപയോഗിച്ച് ഒരു ഫേസ് പാക്ക് പോലെ ഇടാൻ നമുക്ക് എന്താ പറയുക, ഒരു നാച്ചുറൽ ഫേഷ്യൽ പൗഡറായിട്ട് തന്നെ നമുക്ക് മുൾട്ടാണി മെട്ടിനെ പറയാം. അതുകൂടാതെ മുൾട്ടാണി മെട്ടി യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഓയിലിക്കായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ആ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുൾട്ടാണി മിട്ടി നല്ലതാണ്. അതുപോലെ മുൾട്ടാണി മിട്ടി പാലിലും തൈരിലും അല്ലെങ്കിൽ നാരങ്ങ നീര് അങ്ങനെ ഇതിലൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്കാണ് ഈ തക്കാളി വെച്ചിട്ടുള്ള മുൾട്ടാണി മിട്ടിയുടെ ഫേസ് പാക്ക് ഇത്തിരി കൂടെ അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പാക്ക് എല്ലാം തന്നെ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. എന്താ പറയുക, മുഖത്തിന് ചെറിയൊരു ഗ്ലോ വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൂടാതെ മുഖം ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഗ്ലോ എന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒത്തിരി വെളുത്തിട്ട് ഉടുക്കണോ എന്നൊന്നുമല്ല. നമ്മളുടെ സ്കിന്ന് എങ്ങനെയാണോ അതിന് നമുക്ക് ഇത്തിരി കൂടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അത്ര തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.